ശനിയാഴ്ചത്തെ എപ്പിസോഡായിരുന്നു. നമ്മുടെ ലാലേട്ടൻ വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നു. ബിഗ് ബോസിലുള്ള എല്ലാവരും കൂടി ചെന്ന് നമ്മുടെ ലാലേട്ടനെ ആദരിച്ചു കൊണ്ടുവരുന്നതായിരുന്നു. അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ ബിഗ് ബോസിലേക്ക് കയറുകയാണ്. അവിടെ ആദരിക്കൽ ചടങ്ങായിരുന്നു. ലാലേട്ടനെ ആദരിക്കുന്ന ചടങ്ങായിരുന്നു കാണിച്ചത്. ലാലേട്ടൻ കേക്കൊക്കെ മുറിച്ചു, പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞു. നമ്മുടെ ലാലേട്ടന് ദാദാ സാഹിബ് പാൽക്ക അവാർഡ് കിട്ടി. അതിൻ്റെ ആഘോഷമായിരുന്നു ഇന്നലെ ബിഗ് ബോസിൽ. അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ ബിഗ് ബോസിലെ ആളുകളുമായി സംസാരിക്കാൻ തുടങ്ങി. ബിഗ് ബോസിലുള്ളവരോടൊക്കെ പറഞ്ഞു അവർ ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര ആഹ്ലാദമായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്നലെ ലാലേട്ടൻ വലുതായിട്ടൊന്നും ദേഷിച്ചില്ല. അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ പറഞ്ഞു നമുക്ക് ഇന്നലത്തെ എപ്പിസോഡ് കാണണ്ടേ എന്ന് ചോദിച്ച് അങ്ങനെ ഇന്നലത്തെ എപ്പിസോഡ് എടുത്ത് കാണിക്കുകയായിരുന്നു. അനീഷും ആതിരയും ജയിലിൽ മാല കോർത്തു കഴിഞ്ഞു. ബിഗ് ബോസേ ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്തു, ഞങ്ങൾ ഇന്നലെ ഉറങ്ങിയില്ല, ഞങ്ങളിപ്പോൾ നല്ല സുഹൃത്തുക്കളാണെന്ന് അനീഷും ആതിരയും കൂടി ബിഗ് ബോസിൻ്റെ കൂടെ പറഞ്ഞു. ജിഷിനും അഭിലാഷുമായിട്ട് ഭയങ്കര അടി, അങ്ങോട്ടും കൊണ്ട് പിടിച്ച് തള്ളു. അപ്പോൾ എല്ലാവരും വന്ന് പിടിച്ചു മാറ്റുകയാണ്. ചുമ്മാതിരി എന്നും പറഞ്ഞ് അനീഷെ മാറ്, ജിഷിൻ മാറ് എന്ന് പറയുന്നു. അപ്പോഴത്തേക്കാണ് നമ്മുടെ ബിഗ് ബോസ് ജിഷിൻ, അനീഷ് ഇവിടെ വരാൻ എന്നും പറഞ്ഞ് അനീഷിനെയും ജിഷിനെയും വിളിച്ചു. ജിഷിൻ, അഭിലാഷ് കൺവെൻഷൻ റൂമിലേക്ക് വരുമെന്നും പറഞ്ഞ് ബിഗ് ബോസ് വിളിച്ചു. നിങ്ങൾ എന്താണ് കാണിക്കുന്നത് ഇവിടെ, എന്താണ്? ബിഗ് ബോസ് നമ്മൾ പ്രാങ്ക് കളിച്ചതാണ്, നമ്മൾ രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് കളിച്ചതാണ്, അടിയൊന്നും കൂടിയില്ല എന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞു. ഞങ്ങൾ വിചാരിച്ചു ഇത് ബിഗ് ബോസ് അറിഞ്ഞതാണെന്ന്. ബിഗ് ബോസിന് ഇതൊരു ഫണ്ണായിട്ട് എടുത്താൽ പോരെ ബിഗ് ബോസ് എന്ന്. ബിഗ് ബോസ് പറഞ്ഞു ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് എന്ന് പറഞ്ഞു. അതിന് ശേഷം നമ്മുടെ ബിഗ് ബോസ് വിളിച്ചു പറയുന്നു, ലാലേട്ട, ബിഗ് ബോസിനകത്തുള്ളവർക്ക് ലാലേട്ടനോട് എന്തോ ചോദിക്കാനുണ്ട്, ചോദിക്കട്ടെ എന്ന് ലാലേട്ടൻ പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർ ലാലേട്ടനെ കുറിച്ച് ഓരോന്ന് ചോദിച്ചു. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ അനുമോള് ലാലേട്ടനെ കൊണ്ട് ഐ ലവ് യു എന്ന് പറയിപ്പിച്ചതാണ്. നമുക്ക് കാണുമ്പോൾ തോന്നും ലാലേട്ടൻ അനുമോളെ കളിയാക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അനുമോളെ വിളിക്കുമ്പോൾ ലാലേട്ടൻ ഇന്നലെ തൊഴുതു, അനുമോൾ എന്ന് പറഞ്ഞ് തൊഴുതു. പക്ഷേ എന്തായാലും നമ്മുടെ അനുമോൾ ലാലേട്ടനെ കൊണ്ട് ഐ ലവ് യു എന്ന് പറയിപ്പിച്ചു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും. അനുമോളെ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാനും എൻജോയ് ചെയ്തു. ലാലേട്ടനോട് നിവിൻ സംസാരിക്കുകയാണ്, ലാലേട്ട ഞാനിവിടെ എൻട്രി വന്നപ്പോൾ സമയത്ത് ഞാൻ ഉറഞ്ഞു തുള്ളി നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ അളവെടുത്തത് ശരിയായില്ല. ലാലേട്ടൻ്റെ ചെറുപ്പകാലത്തെ അളവെടുത്താണ് എനിക്ക് തച്ച് തന്നത് എന്ന് ലാലേട്ടനോട് പറഞ്ഞു. ലാലേട്ടൻ പറഞ്ഞു മോനെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്തരെന്ന്? ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ചോദിക്കാൻ പോവുകയാണ്. ഇത് 7ാമത്തെ ആണ്ടാണ്. ഇവിടെ വരുന്നവരെല്ലാം 50 ദിവസം ആകുമ്പോൾ മോശമാവും. നീ എങ്ങനെയാണ് ഇത്രയും വണ്ണം വയ്ക്കുന്നതെന്ന് ചോദിച്ചു. നിവിനും എല്ലാവരും ഭയങ്കര